ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മാർച്ച് 27 എത്തനൂർ കുമ്മാട്ടിയായിരുന്നു, ഞങ്ങളുടെ അവിടുത്തെ കുമ്മാട്ടി. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്താ കാരണം എന്നറിയോ? ഒരുപാട് ആൾക്കാർ വരികയും ചെയ്യും, ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് കഴിക്കാനും ഉണ്ടാവും. പിന്നെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടക്കണതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യണ്ടേ, അതുകൊണ്ട് വേഗം തന്നെ കൂട്ടാനും ചോറും ഉപ്പേരിയും സേമിയ പായസവും ഒക്കെ ഉണ്ടാക്കിയതെല്ലാം റെഡിയാക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കുമ്മാട്ടി ഞാൻ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇങ്ങനെയുള്ളൊരു ലെവലിലേക്കൊക്കെ കുമ്മാട്ടി മാറി എന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഈ സമയങ്ങളിലൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരി, ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തേത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ആന നമ്മുടെ ദേവിക്ക് അഭിഷേകത്തിനുള്ള വെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ച് തിരുമേനിയുടെ കൂടെ വന്നിട്ട് ഇറങ്ങുന്ന ആ ഒരു തണ്ണീരാമൃത് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് മറ്റിലെ നമ്മുടെ സ്ഥലം മുഴുവൻ, പൂരപ്പറമ്പ് മുഴുവൻ ആൾക്കാർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് അതിശയിച്ചു. ബിക്കോസ് 4-5 കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ഇത്രയും ലെവലിലേക്ക് എത്തിയെന്നുള്ളതൊന്നും എനിക്ക് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രമാത്രം ഡെവലപ്പായിട്ടുള്ള രീതിയിൽ, ഇത്രമാത്രം വലിയ രീതിയിൽ ആണ് എത്തനൂർ കുമ്മാട്ടി ഉണ്ടായത് എന്നുള്ളത് 20 കൊല്ലം കഴിഞ്ഞ് കാണുന്ന എനിക്ക് എന്തുമാത്രം ഷോക്കായിരുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. എത്രയാ കഴിക്കാൻ സാധനങ്ങൾ ഉണ്ടായിരുന്നതെന്നറിയോ? കഴിച്ച് കസിൻസിൻ്റെ കൂടെ കഴിച്ച് ഒരു ലെവലായി. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ എത്തനൂർ ഉള്ളത് കുമ്മാട്ടി വന്നിട്ട് 2 തറക്കാരും കൂടിയിട്ടാണ് ചെയ്യണത്. ഓക്കെ, കിഴക്കേത്തറ, നമ്മൾ പടിഞ്ഞാറേത്തറ. അപ്പോൾ ഇവിടുന്ന് കിഴക്കേത്തറ വരയ്ക്കും ഉണ്ട്, ഫുള്ളായിട്ട് കടകളാണ് കേട്ടുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ട്രേഡ്സ് മാർക്ക് എന്നുള്ളത് ചെറുപ്പം മുതൽ പൂരപ്പറമ്പ് അല്ലെങ്കിൽ എന്താ പറയുക കുമ്മാട്ടി എന്നുണ്ടെങ്കിൽ കുപ്പിവള ഇടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എനിക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യവും ഒരു 12ഓളം 2 കളറിലുള്ള കുപ്പിവള ഞാൻ വാങ്ങിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അമ്മ നന്നായിട്ട് എനിക്ക് ഇട്ട് തരുകയും ചെയ്തു, നല്ല കളറിൽ ഇട്ട് തന്നു. അവിടുന്ന് മക്കളെയും കൂട്ടിയിട്ട്, കണേട്ടനും ഉണ്ടായിരുന്നു, മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ശിവൻകോവിലിൻ്റെ അവിടുത്തെ മുകളിൽ പോയി നിന്നാൽ ഇത് അവിടുന്നാണ് വരിക. അപ്പോൾ നമ്മളുടെ ആന 3 ആനയുണ്ടാവും, തെടമ്പേറ്റി ആന 2 ആന സൈഡായിട്ട്. ആ ആന വൈകുന്നേരത്തോട് കൂടിയിട്ട് കിഴക്കേത്തറയ്ക്ക് പോകും. കിഴക്കേത്തറയ്ക്ക് പോയിട്ട് അവിടെ കൊട്ടിയിട്ട് അവരുടെ നമ്മുടെ ആന 3 എണ്ണം ഇങ്ങോട്ട് വന്നിട്ട് നേരെ കുമ്മാട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, അപ്പോഴേക്കും കിഴക്കേത്തറയത്തെ 3 ആന നമ്മുടെ അവിടേക്ക് വന്നിട്ട് അമ്പലത്തിൻ്റെ പറമ്പിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ കുമ്മാട്ടിപ്പാറയിൽ നിന്ന് നമ്മുടെ ആനയും കൂടി വന്നിട്ട് അങ്ങനെ 6 ആനയും കൂടി നിന്നിട്ടാണ് പിന്നെ അവിടെ കൊട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആന അവിടുന്ന് വരുന്നത് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവൻകോവിലിൻ്റെ അവിടെ മുകളിൽ പോയിട്ട് നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ആദ്യമായിട്ടാണ് അവർ കുമ്മാട്ടി കാണുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആന കുമ്മാട്ടിപ്പാറ പോണ വരയ്ക്കും ഞാൻ കാണിച്ചു കൊടുത്തു. ഇനി കുമ്മാട്ടിപ്പാറയിൽ നിന്ന് നമ്മുടെ അവിടേക്ക് വരുന്ന വരയ്ക്കും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടിയും ഫുൾ പോളിംഗ് ആയിരുന്നു. എന്താ പറയുക, ചാട്ട് കോർണറൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ബേൽപൂരി, പാനിപൂരി കഴിച്ചില്ല, ആ വെള്ളം അത്രയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അത് കഴിച്ചില്ല. പിന്നെ കാളാൻ കഴിച്ചു, ബേൽപൂരി കഴിച്ചു, എന്തൊക്കെയാണ് കഴിച്ചത്, കുലുക്കി സർബത്ത് കഴിച്ചു, മുളക് ബജ്ജി കഴിച്ചു. പിന്നെ കോലുമുട്ടായി ഒന്നും ഇപ്രാവശ്യം ഞാൻ കഴിച്ചില്ല കേട്ടുള്ളൂ. എന്തൊക്കെയോ ഭയങ്കര ആർട്ടിഫിഷ്യൽ കളേഴ്സ് പോലെ എനിക്ക് തന്നെ തോന്നി. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഒരുവിധം കഴിക്കുന്നതാണ്, പക്ഷെ എന്നാലും ഇതൊരു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ
നമുക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ കുമ്മാട്ടി പറയുന്നത് നമ്മുടെ ആന വരണ വരയ്ക്കും ഒരു ഗ്യാപ്പ് കിട്ടിയതിൽ ഇതൊക്കെ ചെയ്തു. എന്നുവെച്ചാൽ ആ വരണതോട് കൂടിയിട്ട് അങ്ങോട്ട് ഹെവി ആയിട്ടുള്ള തിരക്ക് വരും. അപ്പോൾ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് മിണ്ടാണ്ട് പോയിട്ട് നിൽക്കുക, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രാത്രിയാവുന്ന സമയത്ത് ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ 3 ആനയും വന്നു. അങ്ങനെ 6 ആനയും കൂടിയിട്ട് ആ പറമ്പിൽ നിന്നിട്ട് ആ കൊട്ടും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഈ ഒരു പൊസിഷനിൽ നമ്മൾ നിന്നിട്ട് കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ ആന കാവ് കയറുന്ന സമയത്ത് മക്കൾക്ക് ഉള്ളിൽ പോയിട്ട് എടുക്കാൻ പറ്റും, കാണാനും പറ്റും. അപ്പോൾ കൊട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ, അതായത് പടിഞ്ഞാറത്തറയിലത്തെ മരുതിക്കാവിലേക്ക് ആ ആന 3 ആനയും തിടമ്പ് വെച്ച ആനയും 2 ആനയും കൂടി കാവ് കയറും. കൂടെ തന്നെ കിഴക്കേത്രയത്തെ തിടമ്പ് വെച്ചിട്ടുള്ള ഒരു ആനയും കൂടി കൂടെ കയറും. ഓക്കെ, എന്നിട്ട് തിടമ്പ് വെച്ചിട്ടുള്ള 2 ആനയും കൂടിയിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് ദേവിയുടെ അവിടെ നിന്നിട്ട് കൊട്ടും. കൊട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കിഴക്കേത്രയത്തെ തിടമ്പ് വെച്ചിട്ടുള്ള ആന യാത്ര പറഞ്ഞു പോവും. അതായത് അടുത്ത കൊല്ലം കാണാട്ടോ ദേവിയെ എന്നും പറഞ്ഞിട്ട് പോവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഈ ചെറുപ്പം മുതലേ ഇത് കണ്ടിട്ട് 20 കൊല്ലത്തെ ഗ്യാപ്പോട് കൂടിയിട്ട് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എന്താ പറയുക, കിഴക്കേത്രയത്തെ ആനയും നമ്മുടെ ആനയും കൂടിയിട്ട് തടമ്പേറ്റിയിട്ട് അവിടെ നിന്നിട്ട് കൊട്ടും. കൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാര്യമൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതായത് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊസിഷനിൽ നിന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ? കിഴക്കേത്രയത്തെ ആന യാത്രയാവുകയാണ്, തിടമ്പേറ്റിയിട്ടുള്ള ആന യാത്രയാവുകയാണ്. അപ്പോൾ ദേവിയുടെ അടുത്ത് അവർ യാത്ര പറഞ്ഞിട്ട് പോകുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുക. ഇപ്പോൾ അടുത്ത കൊല്ലം കാണാമെന്ന് പറഞ്ഞ് പിരിയണമെന്നാണ് പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിടമ്പേറ്റി ആന അങ്ങോട്ട് തിരിഞ്ഞ് കിഴക്കേത്രയ്ക്ക് പോണ സമയത്ത് അവരുടെ 2 ആനയും കൂടി ഉണ്ടായിരുന്നല്ലോ, അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ 3 ആനയും കൂടിയിട്ടാണ് കിഴക്കേത്രയ്ക്ക് പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് അവർ കാവ് കയറും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ അവർ തിരിഞ്ഞ് യാത്രയായി. അങ്ങനെ അവിടെ 2 ആനയും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ 2 ആനയുടെ കൂടെ തന്നെ അവരങ്ങോട്ട് പോവും. തിരക്കെന്ന് പറഞ്ഞാലും പോരാ എൻ്റെ മക്കളെ, ഞാൻ ഇതുപോലെ തിരക്ക് കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ ഏപ്രിൽ 3-ാം തീയതി നെമ്മാറം അല്ലെങ്കിൽ വേല എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് അത്രയ്ക്ക് തിരക്കായിരുന്നു. കുമ്മാട്ടിയിൽ ഇത്ര തിരക്കോടുകൂടി കുമ്മാട്ടി കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ആനകൾ പ്രദക്ഷിണം വെച്ച് കൊട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾക്ക് രാവിലെ മുതൽ എന്തൊക്കെ കാര്യമാണ് അവിടെ നടക്കണമെന്നുള്ളത് കാണിച്ചു കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതുമാത്രമല്ല, എന്താണ് പറയുക, ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് ലാസ്റ്റ് ആന തിടമ്പ് ഇറക്കുന്ന വരയ്ക്കും ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ചെറിയ തോതിൽ പടക്കത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ എത്തനൂർ കുമ്മാട്ടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.